ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് 2025 ഡിസംബർ 31. ഒരു വർഷം കൂടി കടന്നു പോകുമ്പോൾ മാറ്റങ്ങളുടെയും പ്രതീക്ഷകളുടെയും പുതിയൊരു പുലരിയെ വരവേൽക്കാൻ നാം ഒരുങ്ങുകയാണ്. 2025 അവസാന വാർത്താ മോർണിംഗ് പോഡ്കാസ്റ്റുമായി ഞാൻ അശ്വതി. മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയ്ക്ക് വിട. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം മുടവൻ മുകളിലെ വീട്ടുവളപ്പിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിൽ അന്തരിച്ച അവരുടെ ഭൗതിക ശരീരം പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തിച്ചു. സിനിമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ആധാർ പാൻ ബന്ധിക്കൽ ഇന്ന് അവസാന ദിനം. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുന്നു. ഇന്ന് അർദ്ധരാത്രിക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാത്തവരുടെ പാൻ കാർഡുകൾ ജനുവരി 1 മുതൽ അസാധുവാകും. ഇത് സാമ്പത്തിക ഇടപാടുകളെ സാരമായി ബാധിക്കുമെന്ന് ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ആരോഗ്യപൂർവം കേരളം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിന് പുതുവർഷത്തിൽ തുടക്കം. സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യശീലങ്ങളിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന ഹെൽത്ത് ഹാപ്പിനെസ് വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ ജനുവരി 1 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യായാമം ജീവിതചര്യയാക്കുക, ശരിയായ പോഷകാഹാരം ഉറപ്പാക്കുക, മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ബിനാലെയിലെ കലാരൂപം വിവാദത്തിൽ, സഭയുടെ പ്രതിഷേധം ശക്തമാകുന്നു. കൊച്ചി ബിനാലെയുടെ അനുബന്ധ പ്രദർശനത്തിൽ അന്ത്യത്താഴത്തെ വികലമായി ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച് സീറോ മലബാർ സഭ രംഗത്തെത്തി. വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് ഈ കലാരൂപമെന്ന് സഭ അറിയിച്ചു. അതേസമയം വിഷയം ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് സംഘാടകരുടെ നീക്കം. പുതുവർഷാഘോഷങ്ങൾക്ക് ശേഷം ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ഗവി യാത്രക്കിടെ KSRTC ബസ് കത്തിനശിച്ചു. മലപ്പുറത്തു നിന്ന് ഗവിയിലേക്ക് പോവുകയായിരുന്ന ബജറ്റ് ടൂറിസ്റ്റ് ബസ് കോട്ടയം മണിമലയ്ക്ക് സമീപം പുലർച്ചെ കത്തിനശിച്ചു. പുക ഉയരുന്നത് കണ്ട ഉടൻ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശശി തരൂരിന്റെ പുസ്തകം ശിവഗിരിയിൽ പ്രകാശനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ ഡോക്ടർ ശശി തരൂർ MP രചിച്ച ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള പുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ഗുരുദേവ ദർശനങ്ങളുടെ ആധുനിക പ്രസക്തി പുസ്തകം ചർച്ച ചെയ്യുന്നു. സന്യാസി ശ്രേഷ്ഠരും രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മദ്യമാഫിയ ഉദ്യോഗസ്ഥ അവിശുദ്ധ കൂട്ടുകെട്ട്, വിജിലൻസ് റെയ്ഡിൽ നിർണായക വിവരങ്ങൾ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിലെ അഴിമതിയും ബാർ ഉടമകളുമായുള്ള അവിശുദ്ധ ഇടപാടുകളും പുറത്തു കൊണ്ടുവന്ന് വിജിലൻസ്. പ്രത്യേക ഓപ്പറേഷനിലൂടെ അനധികൃത മദ്യശേഖരം, കോഴ ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് വിജിലൻസ് വൃത്തങ്ങൾ അറിയിച്ചു. പെരിയാറിനെ രക്ഷിക്കാൻ സിംഗിൾ അതോറിറ്റി വേണം, ഹൈക്കോടതി. പെരിയാർ നദിയിലെ മലിനീകരണം തടയാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏകീകൃത അതോറിറ്റി രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥ നദിയുടെ നാശത്തിന് കാരണമാകുന്നുവെന്ന് നിരീക്ഷിച്ച കോടതി നടപടികൾ വൈകിയാൽ ശക്തമായി ഇടപെടുമെന്ന് മുന്നറിയിപ്പ് നൽകി. CPM-നെതിരെ CPI, തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ രൂക്ഷ വിമർശനം. തദ്ദേശ തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ CPM നേതൃത്വത്തെ കടന്നാക്രമിച്ച് CPI. ഭരണവിരുദ്ധ വികാരവും വോട്ടർമാരുടെ അതൃപ്തിയും തിരിച്ചടിക്ക് കാരണമായെന്ന് CPI വിലയിരുത്തി. സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്നും ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി പരസ്യമായി ആവശ്യപ്പെട്ടു. സ്കൂൾ അവധിക്കാലത്തിലും ഇരിപ്പിടത്തിലും മാറ്റം, വിദ്യാഭ്യാസ സമിതി 8 ചേരും. സ്കൂളുകളിലെ ഇരിപ്പിട പരിഷ്കരണം, മധ്യവേനലവധി പുനഃക്രമീകരിക്കൽ എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ജനുവരി 8 വിദ്യാഭ്യാസ സമിതി യോഗം ചേരും. പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള മാറ്റങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. കോഴിക്കോട് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച 4 പേർ അറസ്റ്റിൽ.
പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 4 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. 2027 സെൻസസിന് കേരളം ഒരുങ്ങുന്നു. ഉദ്യോഗസ്ഥ നിയമനം പൂർത്തിയായി. 2027 നടക്കാനിരിക്കുന്ന ദേശീയ സെൻസസിന്റെ ഭാഗമായി കേരളത്തിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഗ്രാമ നഗര മേഖലകളിലെ വിവരശേഖരണത്തിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. 2026 ഹൗസ് ലിസ്റ്റിംഗ് നടപടികൾ ആരംഭിക്കും. റെയിൽവേ സമയക്രമം മാറുന്നു. ജനുവരി 1 മുതൽ പുതിയ ടൈം ടേബിൾ. കേരളത്തിലൂടെ ഓടുന്ന പ്രധാന ട്രെയിനുകളുടെ സമയക്രമത്തിൽ ഇന്ത്യൻ റെയിൽവേ മാറ്റം വരുത്തി. ജനുവരി 1 മുതൽ പുതുക്കിയ സമയം പ്രാബല്യത്തിൽ വരും. ദീർഘദൂര യാത്രക്കാർക്കും സ്ഥിരം യാത്രക്കാർക്കും സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് പുതിയ സമയം പരിശോധിക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. പുതുവർഷപ്പിറവിയിൽ മഴയ്ക്ക് സാധ്യത. മഞ്ഞുവീഴ്ചയും തുടരും. പുതുവർഷത്തലേന്ന് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലയോര മേഖലകളിൽ ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ട്. എന്നിരുന്നാലും പുതുവർഷ ആഘോഷങ്ങളെ മഴ സാരമായി ബാധിക്കില്ല. കടന്നുപോയ 2025 വാർത്താലോകത്തെ കൃത്യതയോടെ നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. നാളെ 2026 ആദ്യ പുലരിയിൽ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ഏവർക്കും നേരുന്നു. ആഘോഷങ്ങൾക്കിടയിലും സുരക്ഷിതരായിരിക്കുക. ഏവർക്കും എന്റെയും വാർത്തയുടെയും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ശുഭദിനം.